രാഹുൽ മാങ്കൂട്ടത്തിന് താൽക്കാലിക ആശ്വാസം. 15 വരെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം. രണ്ടാം കേസിലും അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് രാഹുൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി. രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞത് സ്വാഭാവിക നടപടിയെന്ന് മുഖ്യമന്ത്രി. കണ്ടുപിടിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയെന്ന് കോൺഗ്രസ്. രാഹുൽ അടഞ്ഞ അധ്യായമെന്ന് കെ മുരളീധരൻ. പോലീസിന്റെ വീഴ്ചയെന്ന് BJP. കൊട്ടിയത്ത് തകർന്ന ദേശീയപാത 2 ദിവസത്തിനകം ഗതാഗത യോഗ്യമാക്കുമെന്ന് നിർമ്മാണ കമ്പനി. തകർന്ന സ്ഥലം സന്ദർശിക്കാൻ വിദഗ്ധ സംഘം. തകർച്ചയ്ക്ക് കാരണം ഡിസൈനിലെ തകരാറെന്ന് KN ബാലഗോപാൽ. സമാന പ്രശ്നമുള്ള പ്രദേശങ്ങളിലും പരിശോധന വേണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ സംസ്ഥാനം. ആദ്യഘട്ടത്തിന്റെ പ്രചാരണത്തിന് നാളെ കൊട്ടിക്കലാശം. ചൊവ്വാഴ്ച വിധി എഴുതുന്നത് 7 ജില്ലകൾ. അവസാനവട്ട വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ. പുടിന് രാഷ്ട്രപതി നൽകിയ വിരുന്നിൽ ശശി തരൂർ പങ്കെടുത്തതിൽ വിവാദം. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് അതൃപ്തി. കേന്ദ്ര സർക്കാരിന്റെ കളി കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയണമെന്ന് പവൻ ഖേര. പുടിന്റെ സന്ദർശനം വൻ വിജയമെന്ന് BJP. ഇൻഡിഗോ വിമാന പ്രതിസന്ധി തുടരുന്നു. ഇന്നും സർവീസുകൾ റദ്ദാക്കി. വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ പ്രതിഷേധം. ജീവനക്കാരുടെ അവധി നിബന്ധനകൾ താൽക്കാലികമായി മരവിപ്പിച്ച് DGCA. പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക നിർണായക 3ാം ഏകദിനം അല്പസമയത്തിനകം. വിശാഖപട്ടണത്ത് ജയിക്കുന്ന ടീമിന് കിരീടം. ഇന്ത്യക്ക് ആശങ്കയായി നിറം മങ്ങിയ ബൌളിംഗ് നിര. ടീമിൽ മാറ്റത്തിന് സാധ്യത. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. 15-ാം തീയതി വരെയാണ് അറസ്റ്റ് ചെയ്യരുതെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ 15-ാം തീയതി വീണ്ടും പരിഗണിക്കും. ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാകും കേസിലെ തുടർ നടപടികൾ വരിക. അതിനിടെ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. 10 ദിവസമായിട്ടും അറസ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നതോടെ പോലീസിനെതിരെ വിമർശനം ഇപ്പോൾ ശക്തമാവുകയാണ്. എന്നാൽ പോലീസിന്റെ നീക്കങ്ങൾ രാഹുലിന് ചോർന്ന് കിട്ടുന്നതായും വിവരമുണ്ട്. മൈസൂരുവിലും ബംഗളൂരുവിലുമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ഹൈക്കോടതിയിൽ നിന്ന്, ഒപ്പം ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. നവമി, എന്തായാലും രാഹുലിന് വലിയൊരു ആശ്വാസമാണ് കിട്ടിയിരിക്കുന്നത് അറസ്റ്റ് കോടതി തടഞ്ഞതോടെ. എന്താണ് അറസ്റ്റ് തടയുവാനുള്ള കാരണമായിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്? മഞ്ജുഷ, കോടതി ചേർന്ന സമയം തന്നെ, അതായത് 10:15 തന്നെ കോടതി ചേരുന്നു. ആ സമയത്ത് തന്നെ അഭിഭാഷകൻ രാജീവ് കോടതിക്ക് മുന്നിൽ ഈ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹർജി ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഒപ്പം ഒരു കാര്യം കൂടി അഭിഭാഷകൻ പറയുന്നത്, ഇതിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കാതെ നടപടിയൊന്നും സ്വീകരിക്കരുതെന്ന് ഹൈക്കോടതിയോട് ആവശ്യപ്പെടുന്നു. ഇത് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. അദ്ദേഹം ഈ രാഹുലിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച ശേഷം അദ്ദേഹം ആദ്യമായി പറഞ്ഞത്, ഇതിൽ രാഹുൽ പറയുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമെന്നാണ്. അതും അതിനോടൊപ്പം തന്നെ പറയുന്ന ചില കാര്യങ്ങളും ഏറെ ഗൗരവമുള്ളത് തന്നെയാണ്. അതുകൊണ്ട് വിശദമായിട്ടുള്ള ഒരു വാദം കേൾക്കണം. വാദം കേൾക്കാതെ ഒരാൾക്കെതിരെയും നടപടിയെടുക്കില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. മുൻവിധിയില്ലാതെ തന്നെ ഹർജി കേൾക്കും. പൂർണ്ണമായും കേൾക്കാതെ ഒരാളെയും അറസ്റ്റ് ചെയ്യപ്പെടരുത് എന്നുകൂടി ഹൈക്കോടതി വാക്കാൽ പറഞ്ഞു. ഇതിനെ തുടർന്നാണ് ആദ്യമായി ഈ രാഹുലിന്റെ അറസ്റ്റ് തടയുന്നുവെന്ന് കൂടി ഹൈക്കോടതി പരാമർശിച്ചത്. അതിന് പിന്നാലെയാണ് കൂടുതൽ വാദം കേൾക്കുന്നതിനായി 15-ാം തീയതിക്ക് കേസ് മാറ്റുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തോട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ഇതിന്റെ കേസ് ഡയറി ഹാജരാക്കുവാനും ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ പരാതിക്കാരി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തൊക്കെ തെളിവുകളാണ് അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുള്ളത്, ഇതെല്ലാം കൃത്യമായി തന്നെ ഹൈക്കോടതിക്ക് അറിയണം. അതിനുവേണ്ടി കേസിൻ അന്വേഷണ ഡയറി കൂടി ഹാജരാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തോട്
ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാലും അഭിഭാഷകൻ ആദ്യം തന്നെ ഈ ഒരു ഹർജി പരാമർശിക്കുകയും അതിനെ തുടർന്ന് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. 15-ാം തീയതി വരെയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. 15-ാം തീയതി വിശദമായിട്ടുള്ള ഒരു വാദം കേൾക്കും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനും പ്രോസിക്യൂഷനും സർക്കാരിനും ഒക്കെ വിശദമായിട്ട് ഈ കേസിൽ വാദം നടത്താമെന്നുകൂടി ഹൈക്കോടതി പറയുന്നുണ്ട്. ഹൈക്കോടതിക്ക് ചില കാര്യങ്ങൾ ഇതിൽ വിശദമായി അറിയേണ്ടതുണ്ട്. മുൻവിധിയോടുകൂടി അല്ല ഈ കേസ് വാദം കേൾക്കുന്നത് എന്നുകൂടി ഹൈക്കോടതി പരാമർശിക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അതേസമയം അഭിഭാഷകൻ നോട്ട് ടു അറസ്റ്റ് കൊടുക്കുന്നില്ല എന്നൊരു നിലപാടിൽ തന്നെയായിരുന്നു. കാരണം നേരത്തെ നമുക്കറിയാം കീഴ്ക്കോടതിയിലടക്കം നോട്ട് ടു അറസ്റ്റ് കൊടുക്കുകയും അത് പിന്നീട് തള്ളുന്ന സാഹചര്യമുണ്ടായി. ഇതിപ്പോൾ ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചാൽ പോലും ഈ നോട്ട് ടു അറസ്റ്റ് കൊടുക്കാത്തത്, ഇപ്പോൾ അറസ്റ്റ് ചെയ്യരുതെന്നൊരു പരാമർശം നടത്തിയില്ലെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസകരമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയായിരുന്നു അഭിഭാഷകരും പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് നോട്ട് ടു അറസ്റ്റ് കൊടുക്കില്ല എന്ന് തന്നെയായിരുന്നു അഭിഭാഷകൻ വ്യക്തമാക്കിയത്. പക്ഷേ കോടതി തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. 15-ാം തീയതി ഈ കേസിന്റെ വിശദമായിട്ടുള്ള വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും അന്തിമ വിധി വരിക. അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് പാടില്ല എന്നൊരു നിർദ്ദേശമാണ് അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. ഇനി അറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടം പ്രത്യക്ഷപ്പെടുമോ എന്നാണ്. 10 ദിവസമായി രാഹുൽ ഒളിവിലാണ്. ഇനി പ്രത്യക്ഷപ്പെടുമോ, വീണ്ടും പാലക്കാട് സജീവമാകുമോ, കേരളത്തിലേക്ക് തിരിച്ചെത്തുമോ, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ തന്നെയാണ്. അത് മാത്രമല്ല, രണ്ടാമത് മറ്റൊരു കേസ് കൂടി, മറ്റൊരു FIR കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, രണ്ടാമത്തെ FIR രജിസ്റ്റർ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷേ ആ പരാതി കൊടുത്ത പെൺകുട്ടി ഇതുവരെ മൊഴി നൽകിയിട്ടില്ലല്ലോ. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമായിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കോടതിയിൽ, സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളതും. ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുമോ? ഈ രണ്ടാമത്തെ കേസിൽ ബലാത്സംഗ കേസാണ് KPCCക്ക് പരാതിയായി നൽകിയത്. ആ പരാതി പിന്നീട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയും അത് പ്രത്യേക അന്വേഷണ സംഘം അതിൽ സ്വമേധ FIR രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു. ആ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി മൊഴി നൽകാൻ വീണ്ടും സാവകാശം തേടിയിരിക്കുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രിക്കോഷൻ എന്ന വണ്ണം കൃത്യമായി തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഫാസ്റ്റ് ട്രാക്ക് കോടതി 3 നിലവിൽ ഈ കേസ് പരിഗണിക്കുകയാണ്, ഹർജി പരിഗണിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം ഇതിൽ തീരുമാനം അറിയാം. എന്തായാലും നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനാണ് സാധ്യത. കാരണം അത് ഈ പരാതിക്കാരി നേരിട്ട് അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയോ അന്വേഷണ സംഘം ആ മൊഴി ഔദ്യോഗികമായി രേഖപ്പെടുത്തുകയോ അതിനുശേഷം 164 സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യമൊഴിയായി യുവതി കൈമാറുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് അതിനൊരു നിയമസാധുത കൈവരിക. അതുവരെ അതൊരു ആരോപണം മാത്രമായിരിക്കും. ആ ആരോപണത്തെ അത് രാഷ്ട്രീയ പ്രേരിതമെന്നൊക്കെ പറഞ്ഞ് നേരിടാനുള്ള ശ്രമങ്ങൾ നേരത്തെ മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരംഭിച്ചിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ജാമ്യാപേക്ഷ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. ഡാൻ, ഒരു കാര്യം കൂടി ഇതിനകത്ത്, ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ നീക്കം എന്തായിരിക്കും എന്നുള്ളതാണല്ലോ. കോൺഗ്രസ് പൂർണ്ണമായും രാഹുലിനെ കൈവിട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണല്ലോ. എന്തായിരിക്കും നീക്കം? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ടോ ഇപ്പോൾ? രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയാലും എത്തിയില്ലെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള ബന്ധം പൊക്കിൾക്കൊടി ബന്ധം, മുരളീധരന്റെ ഭാഷയിൽ ആ ബന്ധം പൂർണ്ണമായി അർത്ഥമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പരസ്യമായി അനുകൂലിച്ചുകൊണ്ടോ എതിർത്തുകൊണ്ടോ ഒന്നും കോൺഗ്രസിന്റെ ഒരു നേതാക്കളും ഇനി ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്തത്തില്ല. അത്തരത്തിൽ കൃത്യമായ നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം താഴെത്തട്ടിലേക്ക് നൽകിയിട്ടുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പാർട്ടി നേതൃത്വത്തിന് അതിൽ അടിസ്ഥാനമുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് 3 തലങ്ങളിലായി ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് മാറ്റുകയും പിന്നീട് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ഏറ്റവും ഒടുവിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള കൃത്യമായ തീരുമാനത്തിലേക്ക് കൂടിയാലോചനകൾക്ക് ശേഷമാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു ആശ്വാസം, അതായത് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി വിധിയിലൂടെ കോൺഗ്രസ് ലഭിച്ചിരിക്കുന്ന ആശ്വാസം, അങ്ങനെ അറസ്റ്റ് തടഞ്ഞില്ലായിരുന്നെങ്കിൽ, രാഹുൽ വീണ്ടും ഒളിവിൽ തന്നെ തുടരുകയായിരുന്നെങ്കിൽ, പ്രധാനമായി സർക്കാരും BJPയും ഒക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം കോൺഗ്രസിലെ ചില നേതാക്കളുടെ സഹായത്തോടെ
കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ രാഹുലിനെ സ്വാധീന സഹായങ്ങൾ ഉപയോഗിച്ച് ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നായിരുന്നു. അതിന് കൃത്യമായി മറുപടി നൽകാൻ കോൺഗ്രസ് നേതൃത്വം നന്നെ വിയർപ്പൊടുക്കേണ്ടി വരുമായിരുന്നു. എന്തായാലും അതിനൊരു ആശ്വാസം വന്നിരിക്കുന്നു. കാരണം ഇനി രാഹുൽ പുറത്തു വന്നാലും ഒളിവിലിരുന്നാലും അതിന്റെ ഉത്തരവാദിത്തം രാഹുലിന് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പാർട്ടിക്ക് അതിന് കൃത്യമായി മറുപടി പറയേണ്ട ഒരു കാര്യമില്ല. എന്തായാലും അത് ഇനി തെരഞ്ഞെടുപ്പ് രംഗമാണ്. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. 7 ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ. അതുകൊണ്ട് മറ്റ് വിഷയങ്ങൾ പ്രചാരണ രംഗത്തെ സജീവമാക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസ് ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം എല്ലാ നേതാക്കളും ഒരുപോലെ മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ തുടർച്ചയായി ആവർത്തിച്ച് പ്രചാരണ രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഡാനാണ് വിവരങ്ങൾ നൽകിയത്. ഈ സമയത്ത് തന്നെ ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന രണ്ടാമത്തെ കേസിൽ രണ്ടാമത്തെ എഫ്ഐആറിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സെഷൻസ് കോടതിയിൽ തിരുവനന്തപുരത്ത്. ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കോടതി അറസ്റ്റ് ചെയ്യരുത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ കേസിലും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലും ഒരു വിധി പ്രതീക്ഷിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടഞ്ഞത് സ്വാഭാവികമായ നടപടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതി നടപടിയുടെ ഭാഗമാണ് ഇത്. രാഹുലിന് ഒളിത്താവളമൊരുക്കിയത് കോൺഗ്രസ് ആണെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. പോലീസിന് അദ്ദേഹത്തെ കണ്ടെത്താനായില്ല എന്നുള്ളത് ശരിയാണ്. പോലീസ് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് എന്ന് പറയുന്നത് ശരിയായ കാര്യം. ഇവർക്ക് അറിയാമല്ലോ എവിടെയാണെന്നുള്ളത്. ഇപ്പറയുന്നയാള് ഇവിടുന്ന് ഒളിവിൽ പോകുന്നതിന് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരാണ്. ആ സഹപ്രവർത്തകർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളുമാണ്. ആ നേതാക്കൾ ഇവിടെയുള്ളവർ മാത്രമല്ല, എല്ലാ തലങ്ങളിലുള്ളവരുണ്ട്. അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്തിന് പുറത്തടക്കം നല്ല രീതിയിൽ സംരക്ഷണ വലയം തീർത്തിരിക്കുന്നതെന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയായത്. അപ്പോ അവർക്കാണ് എവിടെയാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് അറിയാവുക. ആ അറിയുന്നവര് ഇങ്ങനെ പറയുന്നത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അത് പോലീസിനെ അറിയിക്കുക. ഈ അറസ്റ്റ് ഇതുവരെ നടത്തരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടാകാം. അത് സ്വാഭാവികമായി നടക്കുന്നൊരു കാര്യം മാത്രമാണ്. അത് കോടതിയുടെ നടപടിയുടെ ഭാഗമാണ്. രാഹുൽ എവിടെയെന്ന് കോൺഗ്രസിന് അറിയാമെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് മറുപടിയുമായി കെ മുരളീധരൻ. എന്തിനാണ് മുഖ്യമന്ത്രിയായി ഇരിക്കുന്നതെന്നും ആ കസേര കൂടി ഏൽപ്പിച്ചൂടെ എന്നായിരുന്നു പരിഹാസം. രാഹുലിനെ കണ്ടുപിടിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണെന്നും കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ അടഞ്ഞ അധ്യായമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് സതീശൻ പറയട്ടെ, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാമെന്നാണ്. അതെയോ? എന്നാ പിന്നെ എന്തിനാ ഇയാൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്? അത് മുഖ്യമന്ത്രി സ്ഥാനം കൂടെ അങ്ങോട്ട് ഏൽപ്പിച്ചുകൂടെ? അതും കൂടെ ഏൽപ്പിച്ചോട്ടെ, എന്നാ കണ്ടുപിടിക്കാം. ഒരു അറസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട് ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ല, അത് നിയമത്തിന്റെ വഴിക്ക് കിടക്കട്ടെ. ഞാൻ പറയുന്നത് അങ്ങനെ ഒരാൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് സംശയമുണ്ടെങ്കിൽ സംസ്ഥാന DGP കർണാടക DGPക്ക് ഒരു കത്തയക്കണം. ഇങ്ങനെ ഒരാൾ ഒളിയിൽ പോയിട്ടുണ്ട്, അവിടെ ഉണ്ടെങ്കിൽ ഈ കേരള പോലീസിന് കൈമാറണം. ഇന്ന് എന്ന കുറ്റങ്ങൾ ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? സ്വയം മലന്ന് കടന്ന് തുപ്പിയിട്ട് മുഖത്ത് മുഴുവൻ തുപ്പലായ ഒരു അങ്ങേയറ്റം നാണമില്ലാതെ നടുറോട്ടിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് മാറിയിരിക്കുക. രാഹുൽ എത്ര ആളിങ്ങനെ ഒളിയിൽ കഴിയുമെന്ന് അങ്ങനെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഞങ്ങൾക്ക് ഇനി ആ ബാധ്യതയില്ല. ആ ചാപ്റ്റർ ഇസ് ക്ലോസ്ഡ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് മുഖ്യമന്ത്രിക്കും പോലീസിനും കൃത്യമായി അറിയാമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ഈ വിഷയത്തിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും അടൂർ പ്രകാശ്. സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അടൂർ പ്രകാശിന്റെ ആരോപണം. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കാണ് ഏറ്റവും നന്നായിട്ട് ഒരു പ്രതി എവിടെ ഉണ്ട് എന്നതിനെ കുറിച്ച് അറിയാൻ കഴിയുന്ന അദ്ദേഹത്തിന് തന്നെയാണ്. അദ്ദേഹം ഇപ്പോ എന്തിനു വേണ്ടിയാണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നത് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. ഇതെല്ലാം ചെയ്യുന്നത് കേരളത്തിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയും ആ സ്വർണ്ണക്കൊള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയും ഇതുപോലെ പല കാര്യങ്ങളും നീട്ടിക്കൊണ്ട് പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ കാലതാമസം വരുത്തിയതാണ് നിലവിലെ തിരിച്ചടിക്ക് കാരണമെന്ന് കെ സുരേന്ദ്രൻ. കയ്യെത്തും ദൂരത്ത് രാഹുൽ ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്തില്ല. കോടതി നടപടിയിൽ നീതീകരണം കാണുന്നില്ല. കേസിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ പോലും പരിഗണിക്കാതെയാണ് അറസ്റ്റ് തടഞ്ഞതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഞാൻ കോടതി വിധിയെ വിമർശിക്കുന്നില്ല, പക്ഷേ ഒറ്റനോട്ടത്തിൽ
15-ാം തീയതി വരെ സമയം കൊടുത്തതിൽ ഒരു നീതീകരണവും കാണുന്നില്ല എന്നുള്ളത് സത്യമാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റിന് താല്പര്യമില്ല എന്നുള്ളത് ഉറപ്പായിരുന്നല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ തീരുമാനത്തിലുള്ള തിരിച്ചടിയാണ്. ഞങ്ങൾ ആദ്യമേ ഇത് ചൂണ്ടിക്കാണിച്ചതാണ്. കയ്യെത്തും ദൂരത്ത് മാങ്കൂട്ടം ഉണ്ടായിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. ഈ ചർച്ച തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകാൻ അവർ ആഗ്രഹിച്ചിരുന്നു. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച റിനി ആൻ ജോർജിന്റെ കുടുംബത്തിന് വധഭീഷണി. ഹെൽമറ്റിലെത്തിയ യുവാവാണ് ഭീഷണി മുഴക്കിയത്. രാഹുലിനെതിരെ സംസാരിച്ചാൽ കൊന്നുകളയുമെന്നായിരുന്നു ഭീഷണി. റിബിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഡാനി ഇപ്പോൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി പരാതി ഉന്നയിച്ച, അത് പേര് പറയാതെയാണെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ നിന്ന് കാര്യങ്ങൾ വിശദീകരിച്ചയാളാണ് റിനി ആൻ ജോർജ്. ഇപ്പോൾ എന്താണ് റിനിക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ഭീഷണി? ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായതായി പറയുന്നത്. വീടിന് മുന്നിലെ ഗേറ്റിന് സമീപം വന്നുകൊണ്ട് ഒരാൾ ഹെൽമറ്റ് ധരിച്ച ഒരാൾ ഭീഷണിപ്പെടുത്തുന്നു. രാഹുലിനെതിരെ നീങ്ങിയാൽ ഇല്ലാതാക്കി കളയുമെന്ന് ഉറക്കെ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു. അപ്പോൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് വന്നപ്പോഴേക്കും, വീട്ടുകാർ പുറത്തേക്ക് വന്നപ്പോഴേക്കും ഇയാൾ ബൈക്കിൽ വന്ന ആൾ കടന്നു കളഞ്ഞു എന്നാണ് അറിഞ്ഞ് പറയുന്നത്. അത് ഈ ഭീഷണി ആവർത്തിക്കും മുൻപ് തന്നെയും നേരത്തെയും ആള് ഇവിടെ വന്ന് പരിശോധന ഏതാണ്ട് ഗേറ്റിന്റെ ഭാഗത്ത് വന്നിട്ട് കടന്നു പോയതായിട്ടും റെനി പറയുന്നുണ്ട്. ഒരു സ്കൂട്ടറിൽ വന്ന ഒരാൾ തന്നെ ഇയാൾ തന്നെ ആകാം എന്ന രീതിയിലാണ് റെനി പറയുന്നത്. ഏതായാലും ഇതിൽ റിനി ആൻ ജോർജ് ടെലിഫോൺ ലൈൻ ചേരുകയാണ്. റിനി, എന്തായാലും ആളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? ഇത് പതിവായിരുന്നോ കഴിഞ്ഞ ദിവസങ്ങളിൽ? വിവരമൊന്നും കിട്ടിയിട്ടില്ല. ഇത് പതിവായിരുന്നോ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ സംഭവം. ഇതുവരെ അങ്ങനെ നേരിട്ടൊരു ഭീഷണിയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഈ സൈബർ സ്പേസിൽ മെസ്സേജുകളും കമന്റുകളുമായിട്ട് ഭീഷണികളുണ്ട് എന്നല്ലാതെ നേരിട്ടൊരു ഭീഷണി ഉണ്ടായിരുന്നില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ആളെ കിട്ടിയിട്ടില്ല. പോലീസ് അന്വേഷിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഇയാൾ പറഞ്ഞത്? ആക്ച്വലി ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ 9-9:30 ആ സമയത്തിന് ഇടയിലായിട്ട് ഒരാൾ വന്ന് ഞങ്ങളുടെ വീടിന്റെ ഗേറ്റ് തുറക്കാനുള്ള ശ്രമം നടത്തി. അപ്പൊ ശബ്ദം കേട്ട് ചെന്നപ്പോഴേക്കും അയാൾ പെട്ടെന്ന് സ്കൂട്ടറിനാണ് വന്നത്. അയാൾ പെട്ടെന്ന് അങ്ങ് പോയി. അപ്പൊ അതിലെന്തോ ഒരു അസ്വാഭാവികത തോന്നിയെങ്കിലും അത് വിടുകയായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു 10 മണി സമയമായപ്പോ ഒരാൾ ബൈക്കിന് വന്നിട്ട് ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് വിളിച്ചു പറയാണ് ചെയ്തത്, രാഹുൽ മാങ്കൂട്ടത്തിനെ തൊട്ട് കഴിഞ്ഞാൽ നിന്നെ കൊന്നു കളയും എന്നാണ് പറഞ്ഞത്. അതിന്റെ കൂടെ എന്തൊക്കെയോ അസഭ്യവർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്ലിയർ ആയിട്ട് നമുക്ക് ആളെ കാണാൻ പറ്റിയില്ല. ഹെൽമെറ്റും വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആയിട്ട് ആ വ്യക്തി ആരാന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അയാൾ ഇറങ്ങി ചെന്നപ്പോഴേക്കും അയാൾ അങ്ങ് പോവാണ് ചെയ്തത്. ഒരേ ആൾ തന്നെയാണെന്നാണോ? അല്ലല്ല, രണ്ടുപേരും 2 വ്യത്യസ്ത വ്യക്തികളാണ്. കാരണം ഒരാൾ സ്കൂട്ടറിനാണ് വന്നത്, മറ്റേയാൾ ബൈക്കിനാണ് വന്നത്. 2 ഡിഫറെന്റ് പേഴ്സൺസ് ആണ്. CCTV അങ്ങനെ എന്തെങ്കിലും ഉള്ള സ്ഥലമാണോ? അങ്ങനെ എന്തെങ്കിലും? ആ ഭാഗത്തൊരു ഷോപ്പ് ഉണ്ട്, അവിടുത്തെ CCTV ഉണ്ട്. അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് CCTV വർക്കിംഗ് ആണോ, എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത് അറിയില്ല. അവിടെ CCTV ഒരു ഷോപ്പിന്റെ CCTV ആണ് ഉള്ളത്. സ്ഥിരമായിട്ട് സൈബർ ഇടത്തിൽ ഭീഷണികൾ വരുന്നുണ്ട് അല്ലേ? സൈബർ ഇടത്തിൽ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. എന്റെ വീഡിയോസിന്റെയും ഫോട്ടോസിന്റെയും ഒക്കെ അടിയിൽ അങ്ങനെ കമന്റ്സ് വരുന്നുണ്ട്. നിനക്ക് പലിശ സഹിതം തരും, നീ നോക്കിക്കോ, നീ സൂക്ഷിച്ചോ എന്നൊക്കെ ഉള്ള തരം കമന്റുകൾ വരുന്നുണ്ട്. പക്ഷെ അത് കമന്റ്സ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് വീട്ടില് ഗേറ്റിന്റെ അവിടെ വന്ന് ഇത്തരത്തിൽ ഭീഷണി മുഴക്കാന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ ഒരു സമയം കൂടിയാണ്, കോടതി തടഞ്ഞ ഒരു സമയം കൂടിയാണിത്. അല്ല, അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതുപോലെ അതിജീവിതകളെ കുറിച്ച് കുറച്ചും കൂടി പരിഗണിച്ചുള്ള വിധികൾ വരണം എന്നുള്ളതാണ്. കാരണം എന്താന്ന് വെച്ചാല് ഇത്തരത്തിൽ അങ്ങനെ വരുമ്പോഴാണ് ഇവർക്ക് അഴിഞ്ഞാടാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും കൂടി ചെയ്യാണ്. അതായത് ഇരകളായി നിൽക്കുന്ന എല്ലാ പെൺകുട്ടികളുടെയും ജീവന് വലിയ ഭീഷണിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ ഇരകൾക്ക് വേണ്ടി സംസാരിച്ചവർക്കൊക്കെ ഭീഷണി നേരിടുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് ഈ അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവർ ഇതൊക്കെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കോടതി അത് പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത് ചെറിയൊരു കാര്യമായിട്ടാണ് അതിനെ കാണുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കൂടുതൽ അതിജീവിതകൾക്ക് മുന്നോട്ട് വരാനുള്ള ഭയം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഭയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ലക്ഷ്യം.
കോടതിയുടെ മാത്രം കുഴപ്പമാണോ ഇതിൽ? പോലീസ് ഇത്രയും നാളായിട്ടും 10 ദിവസമായി. അല്ല, ഞാൻ കോടതിയുടെ കുഴപ്പമാണെന്നൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞ അധികാരികളും അധികാര സ്ഥാനത്തിരിക്കുന്നവരും ഈ വിഷയത്തിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇതിന് പിന്നിലൊക്കെ വലിയ ക്രിമിനൽ സംഘങ്ങളും ക്രിമിനൽ ഗൂഢാലോചനകളും ഉണ്ട്. ഇത്രയും നാളായിട്ടും ഈ വ്യക്തിയെ പിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും സുഖവാസ കേന്ദ്രത്തിൽ കഴിയുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ വലിയൊരു മാഫിയ സംഘങ്ങൾ തന്നെ ഉണ്ടെന്ന് സംശയിക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പുറത്തു വരുന്ന സ്ത്രീകൾക്ക് ജീവന് ഭീഷണിയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്നവരുടെ കാര്യം പ്രശ്നം തന്നെയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള പരിഗണന എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. പോലീസ് ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും കോടതി ആണെങ്കിലും ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ശരി റിനി ആൻ ജോർജിന്റെ വീടിന് മുന്നിലെത്തിയാണ് ഒരാൾ ഭീഷണി മുഴക്കിയത്. ഇതേക്കുറിച്ച് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ ആക്രമണം തുടരുകയാണ്. യുവതിയുടെ ചിത്രം വെച്ചാണ് FB പോസ്റ്റുകൾ വരുന്നത്. അരിസ്റ്റോ ഷാജി എന്ന FB പേജിലൂടെയാണ് പരാതിക്കാരിക്കെതിരായ അധിക്ഷേപ പോസ്റ്റ് പ്രചരിക്കുന്നത്. സൈബർ ആക്രമണത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സൈബർ ക്രൈം പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. കൊല്ലം കൊട്ടിയം മൈലക്കാട് ഇടിഞ്ഞു താഴ്ന്ന ദേശീയപാത 2 ദിവസത്തിനകം ഗതാഗത യോഗ്യമാക്കുമെന്ന് കരാർ കമ്പനിയായ ശിവാലയ കൺസ്ട്രക്ഷൻസ്. ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അപകട കാരണം കണ്ടെത്താൻ ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധ സംഘം ഉടൻ സ്ഥലം സന്ദർശിക്കും. കരാർ കമ്പനിയായ ശിവാലയ കൺസ്ട്രക്ഷനോട് NHAI റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മന്ത്രിമാരായ KN ബാലഗോപാൽ, J ചിഞ്ചുറാണി എന്നിവർ സ്ഥലത്തെത്തി. വിനീഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കുഴപ്പം എന്ന രീതിയിൽ തന്നെയാണല്ലോ അല്ലേ, നിർമ്മാണത്തിലെ അപാകത തന്നെയാണല്ലോ ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണമായത്? തീർച്ചയായും മഞ്ജുഷ, അങ്ങനെ തന്നെയാണ് യോഗം വിലയിരുത്തുന്നത്. കൃത്യമായിട്ട് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി അടക്കം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇന്ന് കളക്ടർ ചേർത്ത യോഗത്തിൽ നിർമ്മാണ കമ്പനി അധികൃതരും അതുപോലെ തന്നെ ദേശീയപാത അധികൃതരെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ചില ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത് യോഗത്തിൽ ചർച്ചയായി. അതായത് നിർമ്മാണത്തിലിരുന്ന റോഡ് തകർച്ചാൽ അപ്രോച്ച് റോഡിന്റെ അവിടെ ഒരു പാലം നിർമ്മിക്കണം എന്നുള്ള ഒരു ആവശ്യമുണ്ടായിരുന്നു. 100 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് പില്ലറുകൾ വാർത്തുകൊണ്ട് ഒരു പാലം നിർമ്മിക്കണമെന്നായിരുന്നു. പക്ഷെ അത് നിലവിൽ ഇപ്പോഴുള്ള ഈ ഒരു നിർമ്മാണത്തിന്റെ പ്ലാനിങ്ങിൽ വ്യത്യാസം വരും എന്നുള്ളത് കൊണ്ട് അത്തരം ചർച്ചകൾ ഉണ്ടായി. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ നിലവിലുള്ള സ്ഥിതി പുനഃസ്ഥാപിക്കും, സഞ്ചാരയോഗ്യമാക്കും എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ കളക്ടർ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചതുപ്പ് നിലങ്ങൾ ഉണ്ട്, ചതുപ്പ് പ്രദേശമുണ്ട്. ഈ ഭാഗങ്ങളിലൂടെയാണ് ഇതിന്റെ താഴ്ഭാഗത്തെ റോഡ് കടന്നു പോകുന്നത്. ഇവിടെ ആ റോഡാണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽ ആവുകയും ചെയ്തത്. ഇനി അത്തരത്തിലുള്ള റോഡുകൾ എത്രത്തോളം സഞ്ചാരയോഗ്യമാണ് എന്നുള്ളത് പരിശോധിക്കണം. അതുപോലെ തന്നെ നിലവിൽ എന്താണ് ഈ ഒരു അപകടത്തിന് കാരണമായത് എന്നുള്ളതും പരിശോധിക്കണമെന്നാണ്. അതിന്റെ വിദഗ്ധ സംഘം നാളെ എത്തും, സ്ഥലത്ത് പരിശോധനകൾ നടത്തും. മഞ്ജുഷ്. ശരി. കൊല്ലം കൊട്ടിയം മൈലക്കാട് ദേശീയപാത തകർന്നത് കേരളത്തിന്റെ തലയിലിടാമെന്ന് കരുതേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിർമ്മാണ കാര്യങ്ങൾ നിർവഹിക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. ചിലയിടങ്ങളിൽ ദേശീയപാത അതോറിറ്റിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്നതാണ് അനുഭവമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് രാജ്യത്തിന്റെ പൊതുനിലമാണ്. ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് അതിന്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെന്റ് പുള്ളിക്കിടാം എന്നൊരു താല്പര്യത്തിന്റെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് മനസ്സിലായി. പക്ഷെ വഴിയില്ല. കാരണം അതിനൊരു വഴിയുമില്ല. കാരണം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ്. അതിനവർക്ക് കൃത്യമായ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനത്തിൽ ചില പാളിച്ചകൾ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ അനുഭവമായി വന്നിട്ടുള്ളത്. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കൊട്ടിയത്തെ ദേശീയപാത തകർച്ചയ്ക്ക് കാരണം ഡിസൈനിലെ തകരാറാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. ചവിട്ടിയാൽ താഴ്ന്നു പോകുന്ന ചതുപ്പ് മണ്ണിൽ അവലംബിക്കേണ്ട ഡിസൈൻ അല്ലെന്നാണ് മനസ്സിലാക്കിയത്. സമാന പ്രശ്നമുള്ള മറ്റിടങ്ങളിലും പരിശോധന നടത്തണമെന്നും KN ബാലഗോപാൽ ആവശ്യപ്പെട്ടു. കളക്ടറോട് ഇന്നലെ തന്നെ സംസാരിച്ചിരുന്നു. NHAIയുടെ അതോറിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് NHAI ആണ് പൂർണ്ണമായും ചെയ്യുന്നത്. NHAIയുടെ ഉത്തരവാദിത്തമാണ്. സംസ്ഥാന സർക്കാർ ഇവിടെ ലാൻഡ് എടുത്തു കൊടുക്കുന്നു എന്നല്ലാതെ ഒരു ബന്ധവും ഇതുമായിട്ടില്ല. ലാൻഡ് അക്വിസിഷൻ അല്ലാതെ സംസ്ഥാന സർക്കാരിന് ബന്ധമില്ല. പക്ഷെ NHAI ആണ് ടെക്നിക്കലി നോക്കുന്നത്, കോൺട്രാക്ട് അവർ കൊടുക്കുന്നത്. അപ്പൊ NHAIയുടെ കോൺട്രാക്ട് ചെയ്തേക്കുന്ന ഈ കാര്യങ്ങളുടെ ഡിസൈൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കാൻ ഇന്ന് തന്നെ അവരുടെ എക്സ്പെർട്സും ഉദ്യോഗസ്ഥന്മാരും എല്ലാം വരുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പൊ ഈ റോഡിൽ ഇത്രയും വലിയ ഭാരം വരുന്ന മണ്ണ് അവിടുന്ന് മാറ്റുന്ന പ്രക്രിയയാണ് നടക്കുന്നത്.
ആദ്യം നമ്മൾ നൽകേണ്ട പ്രയോറിറ്റി NH-ന്റെ ഈ ഭാഗത്ത് ട്രാഫിക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒരു സൈഡിലേക്കുള്ള വഴി ഇപ്പൊ പോകുന്നില്ല, മറു സൈഡാണ് പോകുന്നത്. അപ്പൊ ആ മണ്ണും ഇത്രയും കൂടി നിൽക്കുന്ന സാധനങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ, മണ്ണ് മാറ്റി അവര് ഈ സ്ഥലം, ഈ വെയിറ്റും അപകട രംഗം മാറ്റിക്കഴിഞ്ഞാൽ അത് അത്യാവശ്യം യാത്ര ചെയ്യാനുള്ള ടാർ ചെയ്ത് ശരിയാക്കാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ NH-ന്റെ തടസ്സപ്പെടും. ഇൻഡിഗോ വിമാന സർവീസുകളിലെ പ്രതിസന്ധി തുടരുകയാണ്. പൈലറ്റുമാരുടെ ലഭ്യതക്കുറവും സാങ്കേതിക പ്രശ്നങ്ങളും കാരണം ഇന്നും നിരവധി സർവീസുകൾ റദ്ദാക്കി. ആയിരക്കണക്കിന് യാത്രക്കാർ വിവിധ വിമാനത്താവളങ്ങളിൽ കുടുങ്ങി. വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിസന്ധി പരിഹരിക്കാൻ ജീവനക്കാരുടെ അവധി നിബന്ധനകൾ DGCA താൽക്കാലികമായി മരവിപ്പിച്ചു. സർവീസുകൾ പൂർവ്വസ്ഥിതിയിലാകാൻ ഈ മാസം 15 വരെ സമയമെടുത്തേക്കുമെന്നാണ് വിലയിരുത്തൽ. യാത്രക്കാരെ വലച്ച് ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധി തുടരുന്നു. ഇന്നും 100 കണക്കിന് സർവീസുകൾ റദ്ദായി. പുലർച്ചെ പുറപ്പെടേണ്ടിയിരുന്ന ഒട്ടേറെ സർവീസുകൾ മുടങ്ങി. ഇന്നലെ ഇൻഡിഗോ 1000-ലധികം വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഇത് ഇന്നത്തെ സർവീസുകളെയും ബാധിക്കും. വിമാനത്താവളങ്ങളിൽ നീണ്ട ക്യൂ ആണ് കാണുന്നത്. യാത്രക്കാർ വലിയ പ്രതിഷേധത്തിലുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയുടെ പകുതിയോളം സർവീസുകളും റദ്ദായതോടെ മറ്റ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തി. സാധാരണയേക്കാൾ 3 ഇരട്ടിയിലധികമാണ് മറ്റു കമ്പനികൾ ഇപ്പോൾ ഈടാക്കുന്നത്. സർവീസുകൾ പൂർവ്വസ്ഥിതിയിലാകാൻ ഈ മാസം 15 വരെ സമയമെടുത്തേക്കുമെന്ന് ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സ് ഇന്നലെ അറിയിച്ചിരുന്നു. ജീവനക്കാരുടെ അവധി നിബന്ധനകൾ DGCA താത്കാലികമായി മരവിപ്പിച്ചതോടെ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത തെളിയുകയാണ്. ഇൻഡിഗോയ്ക്ക് 10 ദിവസത്തേക്ക് DGCA 12 ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർമാരെയും വിട്ടുനൽകും. പ്രതിസന്ധിയിൽ വ്യോമയാന മന്ത്രാലയം നിയോഗിച്ച സമിതി അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം ഉന്നമിടുന്നത് ഇൻഡിഗോ കമ്പനിയുടെ കൃത്യവിലോപത്തിലേക്കാണെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ മാസം നൽകിയ ഉത്തരവ് നടപ്പാക്കാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്നും പ്രതിസന്ധി സംബന്ധിച്ച ഒരു മുന്നറിയിപ്പും വ്യോമയാന മന്ത്രാലയത്തിന് നൽകിയില്ല എന്നുമാണ് വിവരം. എന്നാൽ അവധി നിബന്ധനകൾ മരവിപ്പിച്ചതിൽ പൈലറ്റുമാരുടെ സംഘടന പ്രതിഷേധമറിയിച്ചു. ആവശ്യമായ വിശ്രമം നിഷേധിക്കപ്പെടുകയാണെന്നും അധിക ജോലിഭാരം അടിച്ചേൽപ്പിക്കുകയാണെന്നും പൈലറ്റുമാർ പറയുന്നു. പ്രതിസന്ധി രൂക്ഷമായതിന് പിന്നാലെ പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിച്ച് ഇന്ത്യൻ റെയിൽവേ. ഇന്നും നാളെയും സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തും. പ്രധാന ദീർഘദൂര റൂട്ടുകളിലാണ് സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുക. ഡിസംബർ 5 മുതൽ 13 വരെയായിരിക്കും പ്രത്യേക ട്രെയിനുകൾ ഒരുക്കുക. 30 സ്പെഷ്യൽ ട്രെയിനുകൾ ഒരുക്കാനാണ് ആലോചന. 37 ട്രെയിനുകളിലായി 116 അധിക കോച്ചുകളും വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് നാളെ കൊട്ടിക്കലാശം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് 9-ാം തീയതി വിധിയെഴുത്ത്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ തുടരുന്ന മേധാവിത്വം ആവർത്തിക്കാൻ കഴിയുമെന്ന് LDF-ഉം സർക്കാരിനെതിരായ വിധിയെഴുത്താകുമെന്ന് UDF-ഉം കണക്കുകൂട്ടുകയാണ്. കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം പിടിക്കുകയും വോട്ട് ശതമാനം ഉയർത്തുകയുമാണ് BJPയുടെ ലക്ഷ്യം. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസും ശബരിമല സ്വർണ്ണക്കൊള്ളയും ചർച്ചയാക്കുകയാണ് മുന്നണികൾ. ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അക്ഷരാർത്ഥത്തിൽ ശക്തമായ ത്രികോണ പോരാട്ടം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ചും ഈ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തെക്കൻ ജില്ലകളിൽ, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പല ജില്ലകളിലും അതിശക്തമായ ത്രികോണ പോരാട്ടം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലേക്ക് ഉണ്ടായിരുന്ന വലിയൊരു ആധിപത്യമുണ്ട് ഇടതുമുന്നണിക്ക്. അത് ഇത്തവണയും നിലനിർത്താനോ അത് മെച്ചപ്പെടുത്താനോ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇടത് കേന്ദ്രങ്ങൾക്കുള്ളത്. ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായും തുടർച്ചയായി 10-ാം വർഷം സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിലിരിക്കുന്ന ഇടതുമുന്നണിക്കെതിരെ ഉണ്ടാകും. അത് തങ്ങൾക്ക് ഗുണമായി മാറുമെന്ന് കോൺഗ്രസ് UDF കരുതുന്നു. BJPയും ആ പ്രതീക്ഷയിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഭരണമുന്നണിക്ക്, ഇടതുമുന്നണിക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്ന് കോൺഗ്രസും BJPയും ഒരുപോലെ പ്രതീക്ഷിക്കുന്നു. എന്നാൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, ക്ഷേമ പ്രഖ്യാപനങ്ങൾ, ആഴ്ചകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച വൻ ക്ഷേമ പദ്ധതികൾ, ക്ഷേമ പ്രഖ്യാപനങ്ങൾ, ക്ഷേമ പെൻഷനിലെ വർധന അടക്കമുള്ള കാര്യങ്ങൾ തുണയാകുമ്പോൾ തന്നെയാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ബലാത്സംഗ കേസുകൾ, അതിൽ ഇരകളുടെ വെളിപ്പെടുത്തലെല്ലാം കോൺഗ്രസിന് തിരിച്ചടിയാകും. ഈ മറ്റു വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസിന് UDF-ന് കഴിയാതെ പോയിട്ടുണ്ട്. BJPക്ക് മറ്റു വിഷയങ്ങൾ, സർക്കാരിന്റെ വിഷയങ്ങൾ കാര്യമായി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഈ ശബരിമല വിഷയമാകട്ടെ, അത് കുറ്റക്കാരെ ആരായാലും മുഖം നോക്കാൻ നടപടിയെടുത്തത് ജനങ്ങളോട് പറയാൻ കഴിഞ്ഞു. അത് വിശ്വാസത്തിലെടുക്കുമെന്ന പ്രതീക്ഷയും ഇടത് കേന്ദ്രങ്ങൾക്കുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ, സർക്കാരിൻ്റെതായ ഭരണവിരുദ്ധ വികാരവും അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയും ആരോഗ്യ സംവിധാനങ്ങളിലെ പോരായ്മകളും ഒക്കെ ഉയർത്തിക്കാട്ടി വലിയൊരു മുന്നേറ്റം
2010 ഉണ്ടാക്കിയതുപോലെ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF മുന്നോട്ട് പോകുന്നത്. രണ്ട് മുന്നണികൾക്കും ബദലായി ഇത്തവണയെങ്കിലും തങ്ങളെ ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷ BJPക്കുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായതിൽ മികച്ച വിജയം അവർ പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉറപ്പായും പിടിച്ചെടുക്കും. 60ഓളം സീറ്റുകൾ നേടുമെന്നൊരു ആത്മവിശ്വാസമാണ് BJP പ്രകടിപ്പിക്കുന്നത്. അവിടെയും പ്രശ്നങ്ങളുണ്ട്. സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ, നേതാക്കളുടെ ആത്മഹത്യകൾ, പടലപ്പിണക്കങ്ങൾ, തമ്മിൽ അടികൾ, ഇതൊക്കെ BJPക്കും വെല്ലുവിളിയാണ്. പക്ഷേ BJP വലിയ പ്രതീക്ഷയിലാണ് ഇത്തവണ. ഏതായാലും ആത്മവിശ്വാസത്തിനും അമിത പ്രതീക്ഷകൾക്കും ഒക്കെ ഇനി മണിക്കൂറുകളുടെ മാത്രം ആയുസാണ്. ജനങ്ങൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കി. ഏതായാലും 3 മുന്നണികളും വലിയ പ്രതീക്ഷയിലും ആശങ്കയിലും, പല കാരണങ്ങൾ കൊണ്ട് പ്രതീക്ഷയും ആശങ്കയും ഒക്കെ 3 മുന്നണികൾക്കുമുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് 3 മുന്നണികൾക്കും അതിനിർണായകമാണ്. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ ആരുടെ വോട്ട് കിട്ടിയാലും സ്വീകരിക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. വോട്ട് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണോ എന്ന് പരിശോധിക്കാറില്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഇപ്പൊ ഇന്ന ആള് വോട്ട് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണോ അത് പരിശോധിക്കാറില്ല. അത് അങ്ങനെ പരിശോധിക്കാറില്ല. ഞങ്ങൾ അത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് ആര് വോട്ട് ചെയ്താലും ഞങ്ങളത് 100% സ്വീകരിക്കും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷനിലെ 4 സീറ്റുകളിൽ കോൺഗ്രസ് BJP ഡീലാണെന്ന് മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ. എളമക്കര സൗത്ത് ഡിവിഷൻ, കലൂർ നോർത്ത്, കുന്നുംപുറം എന്നിവിടങ്ങളിൽ ധാരണയുണ്ടെന്നും M. അനിൽകുമാർ പറഞ്ഞു. കോൺഗ്രസ് ഈ ജില്ലയുടെ നേതൃത്വം ആലോചിക്കുന്നത് നിങ്ങളൊരു പാലം ഇവർക്ക് ഇട്ടുകൊടുത്താൽ ഈ എളമക്കര ഭാഗത്തുനിന്ന് വീണ്ടും നിങ്ങളുടെ എണ്ണം പറഞ്ഞ കൗൺസിലർമാരെ, ജനപ്രതിനിധികളെ നിങ്ങൾ BJPക്ക് സൗകര്യം ചെയ്ത് കൊടുക്കാൻ പോകണം ഒരു ഡീലിൽ നാളെ. കാരണം ഒരിക്കൽ തൊട്ടാൽ പിന്നെ അസ്പൃശ്യത മാറിയില്ല. ഇതൊരു രാഷ്ട്രീയ ആത്മവഞ്ചനയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത. കാരണം 3 മുന്നണികൾ പരസ്പരം വാശിയോടുകൂടി മത്സരിക്കുന്ന 3 മുന്നണികൾ വരുന്നത് തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നാട്ടിലെ താരങ്ങളായ ചിലരുണ്ട്. അങ്ങനെ ഒരാളെയാണ് ഇനി കോട്ടയം കൊടുങ്ങൂരിൽ നിന്ന് പരിചയപ്പെടുത്തുന്നത്. റിയാലിറ്റി ഷോകളിലൂടെ ആരാധകരെ സൃഷ്ടിച്ച അമൃത ജയകുമാറാണ് ജനമനസ്സ് തേടി മത്സരത്തിനിറങ്ങിയത്. വാഴൂർ പഞ്ചായത്തിലെ 15ാം വാർഡിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായാണ് അമൃത മത്സരിക്കുന്നത്. അനുരാഗമൂലും കിനാവിൽ കിളിപാടുന്നതപരാധമാണോ, ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ വിടരുന്നതപരാധമായോ. വിജയിപ്പിക്കണം, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. നമുക്കിവിടെ വികസന പ്രവർത്തനങ്ങളും എല്ലാം കൊണ്ടുവരണം. താമര അടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. ഓക്കെ, അനുഗ്രഹം ഉണ്ടായിരിക്കണം. പ്രസന്നമ്മേ, എന്തോ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും ഒക്കെ വേണം. അതെ, അതെപ്പോഴും വേണം, കൂടെ വേണം, ഒരു ശക്തിയാണത്. പ്ലാവില പൊൻതളികയിൽ പാൽ പായസച്ചോറുണ്ണുവാൻ പിന്നെയും പൂമ്പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ. പുതിയ തലത്തിലേക്ക് ഇറങ്ങിയതാണ് ഒരു മത്സരത്തിന്. ഇവിടെ എല്ലാ വിജയങ്ങളും ഉണ്ടാവാൻ വേണ്ടി എല്ലാവിധ പ്രാർത്ഥന അനുഗ്രഹവും അതുപോലെ താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് ആ പ്രാർത്ഥന അനുഗ്രഹവും കാട്ടിത്തരണമെന്ന് അപേക്ഷിക്കുകയാണ്. നല്ല രീതിയിലുള്ളൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഇപ്പോൾ കിട്ടുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ മേടിച്ചാണ്, ഗുരുക്കന്മാരുടെയൊക്കെ പ്രാർത്ഥന അനുഗ്രഹം മേടിച്ചാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. അപ്പം എല്ലാവരും കൂടെയുണ്ട്. സുഖദമീ നാളിൽ ലലല പ്രണയശലഭങ്ങൾ ലലല അണയുമോരാഗദൂതുമായി സുഖദമീ നാളിൽ ലലല. എന്നെ ഇവിടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് തന്നെ റിയാലിറ്റി ഷോയിലൂടെയാണ്. അപ്പോൾ അതിലെനിക്ക് വിന്നറൊക്കെ ആവാൻ സാധിച്ചിരുന്നു. ഇവിടങ്ങളിലുള്ള നമ്മുടെ നാട്ടിലുള്ള വാർഡിലുള്ള എല്ലാവരും തന്നെ പ്രോഗ്രാമൊക്കെ കണ്ട് അഭിപ്രായങ്ങൾ അറിയിച്ച് എനിക്ക് പ്രോത്സാഹനം തന്നുകൊണ്ടിരുന്നവരാണ്. അപ്പം അതുപോലെയുള്ള ഒരു പ്രോത്സാഹനം ഇതിലും ഞാൻ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാവരുടെയും അടുത്ത് എത്താറുള്ളത്. അപ്പോൾ എല്ലാവരും ഇതിലും നല്ല സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. കുന്നിമണി
ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം ഞാൻ തൊട്ടെടുത്തു, ഓ ഞാൻ തൊട്ടെടുത്തു. കുന്നിമണി ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം ഞാൻ തൊട്ടെടുത്തു, ഓ ഞാൻ തൊട്ടെടുത്തു. അഴിമതി ആരോപണങ്ങളും അന്വേഷണ പ്രഖ്യാപനങ്ങളുമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോരാട്ടം കടുപ്പിക്കുകയാണ് LDFും BJPയും. കോർപ്പറേഷനിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതൃത്വം കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകി. കൗൺസിലർ തിരുമല അനിലിന്റെയും ആനന്ദ് തമ്പിയുടെയും ആത്മഹത്യയിൽ അന്വേഷണം വേണമെന്ന് മന്ത്രി V ശിവൻകുട്ടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തിൽ ഇന്നും ഒരു വികസനമില്ലായ്മ എന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്തുകൊണ്ട് ഇന്നും മാലിന്യം പ്രശ്നം, സൂവേജ് പ്രശ്നം, ഡ്രെയിനേജ് പ്രശ്നം, നല്ല റോഡിന്റെ പ്രശ്നം, സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രശ്നം ഇതുവരെ ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതി എന്തുകൊണ്ട് എന്ന് ഒരു ചോദ്യം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്, ഇതിൽ പറയാൻ ഞങ്ങൾക്ക് ഒരു പേടിയോ ഒരു ഡൗട്ടോ ഒരു സംശയമില്ല, ഇവിടെ നടക്കുന്ന അഴിമതി. നഗരസഭയിൽ അഴിമതി ആണെന്ന് തെരഞ്ഞെടുപ്പിൻ്റെ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വമാണെന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ BJP കൗൺസിലർമാർ കഴിഞ്ഞ 5 വർഷക്കാലം എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലം BJPയുടെ സംസ്ഥാന നേതൃത്വവും രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്ര സഹമന്ത്രിയൊക്കെ തന്നെ ആയിരുന്നല്ലോ. അവർക്കെന്തും ചെയ്യാൻ കഴിയുമല്ലോ. കേന്ദ്ര ഏജൻസികൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭരണസ്ഥാപനങ്ങളെ വേട്ടയാടുന്ന സ്ഥിതിവിശേഷമുണ്ടല്ലോ. ആ പാരമ്പര്യം അനുസരിച്ച് എന്തുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയ്ക്ക് നേരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കാത്തത്? തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതി ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന് BJP കത്തയച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, മന്ത്രി V ശിവൻകുട്ടി ചോദിക്കുന്നുണ്ട്, ഇത് ഇപ്പോഴാണോ അറിഞ്ഞത്, മുൻപെന്താണ് ഉന്നയിക്കാതിരുന്നത് എന്നൊക്കെ. പക്ഷേ ഇത് കഴിഞ്ഞ 5 വർഷവും ഇതേ വിഷയം BJP ഉന്നയിച്ചവ തന്നെയല്ലേ? എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇപ്പോൾ കത്തിൽ പറഞ്ഞിട്ടുണ്ടോ നഗരകാര്യ മന്ത്രാലയത്തിന് നൽകിയ ആവശ്യത്തിൽ? മഞ്ജുഷ, തലസ്ഥാന നഗരഭരണം പിടിക്കാനുള്ള പോരാട്ടം എത്രത്തോളം കടുത്തായിരിക്കുമെന്ന സൂചനയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇവിടെ സംഭവിക്കുന്നത്. ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷ നേതൃത്വത്തിൽ ആദ്യ വാർത്താ സമ്മേളനം കിച്ചൺ ബിൻ അടക്കമുള്ള ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയത്. ഇന്നലെ മരാമത്ത് പ്രവൃത്തികളിൽ കമ്മീഷൻ അടിക്കുന്നു CPI നേതാക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് മറുപടി CPI ജില്ലാ സെക്രട്ടറിയും VK പ്രശാന്ത് MLA യും ഒക്കെ പറഞ്ഞു. ഇന്ന് വീണ്ടും BJP സംസ്ഥാന അധ്യക്ഷൻ പുതിയ ആരോപണമായി രംഗത്ത് വന്നു. അതിനൊപ്പമാണ് കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചു, പ്രത്യേക അന്വേഷണം ആവശ്യപ്പെട്ട് കത്തയച്ചു എന്ന കാര്യം കൂടി വെളിപ്പെടുത്തിയത്. മറുപടിയുമായി എത്തിയതെന്ന് V ശിവൻകുട്ടിയാണ്. തന്റെ കാലം മുതലുള്ള അഴിമതി അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. രാജീവിന് സ്ഥല ജല വിഭ്രാന്തിയാണ്. അതിന് കാരണം കയ്യിലിരിക്കുന്ന സീറ്റുകൾ പോലും പോകുന്ന അവസ്ഥയാണ് BJPക്ക്. പകുതി സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടും, 75 സീറ്റുകളിലേറെ ഇടതുമുന്നണി കിട്ടുകയും ചെയ്യും. ഇങ്ങനെ അഴിമതി ഉണ്ടെങ്കിൽ എന്തിനാണ് BJP സർക്കാർ, രാജീവ് ചന്ദ്രശേഖറിന്റെ പാർട്ടിയുടെ സർക്കാർ നഗരസഭയ്ക്ക് ഇത്രയധികം അവാർഡുകൾ നൽകിയത്? ആ അവാർഡുകൾ തിരിച്ചെടുക്കട്ടെ. ഇപ്പോൾ CBI ഉൾപ്പെടെ ഏജൻസി അന്വേഷിക്കുമെന്ന് പറയുന്നു. രാജീവിന്റെ വീട്ടിലെ ജോലിക്കാരാണോ അല്ലെങ്കിൽ രാജീവിന്റെ പോക്കറ്റിലാണോ CBI ഉൾപ്പെടെ ഏജൻസികൾ എന്ന ചോദ്യവും ശിവൻകുട്ടി ഉന്നയിക്കുന്നു. ഒരു കാര്യം കൂടി പറയുന്നു, ഈ ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് BJP വലിയ സമ്മർദ്ദത്തിലാകാൻ കാരണം തിരുമല അനിലിന്റെയും ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയാണ്. ആ വിഷയത്തിൽ സ്പെഷ്യൽ ടീമിനെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും ശിവൻകുട്ടി പറയുന്നു. അതിശക്തമായ പോരാട്ടം തലസ്ഥാനത്തെ പല വാർഡുകളിലുമുണ്ട്. അപ്രവചനീയമാണ് കാര്യങ്ങൾ. ഒരുപക്ഷെ ഈ സിറ്റിംഗ് വാർഡുകളിൽ 2 മുന്നണികളും വലിയ പരസ്പരം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ചിലയിടങ്ങളിൽ അവർക്ക് നഷ്ടപ്പെടുകയോ തിരിച്ചു പിടിക്കുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ട്. കോൺഗ്രസിന്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിശക്തമായ പോരാട്ടമുണ്ട്. പോരാട്ടം കടുക്കുന്നതിന്റെ സൂചനയാണ് നേതാക്കളുടെ ഈ അഴിമതി ആരോപണങ്ങളും അന്വേഷണ പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ ഈ വാക്പോരുകളുമൊക്കെ. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകി. പെരിന്തൽമണ്ണ നഗരസഭയിലെ 33-ാം വാർഡിലെ മത്സരത്തിൽ സ്മൃതി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഏത് സ്മൃതി എന്ന് ചോദിച്ചാൽ അതിനുത്തരം തെരഞ്ഞെടുപ്പ് ഫലം വന്നാലേ പറയാൻ കഴിയുകയുള്ളൂ. ഇവിടെ LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളുടെ പേര് സ്മൃതി എന്നാണ്. വോട്ടർമാരോട് 2 സ്ഥാനാർത്ഥികളും ഒരേപോലെ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ചിഹ്നം നോക്കി തന്നെ വേണം വോട്ട് ചെയ്യാൻ, പേര് നോക്കിയാകരുത്. 2 സ്മൃതിമാർക്കും ഇത് കന്നി അംഗമാണ്. ആകസ്മികമായാണ് മത്സരിക്കേണ്ടി വന്നതെന്ന് UDF സ്ഥാനാർത്ഥി സ്മൃതി കോലത്ത്. നേരിയ മേൽക്കൈയുണ്ടെന്ന് LDF അവകാശപ്പെടുന്നുണ്ടെങ്കിലും
വിജയിച്ചു കയറുമെന്ന് തന്നെ UDF സ്ഥാനാർത്ഥി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പേരിലങ്ങനെ ഞങ്ങൾ അധികം കാര്യമാക്കിയിട്ടില്ല. ചിഹ്നം എല്ലാവരോടും പറയാറുണ്ട്. ആളുകൾ പറയാറുണ്ടോ? രണ്ടും ഒരേ പേരാണുള്ളത് പറയാറുണ്ടോ? പറയാറുണ്ട്, അധികം പറയാറുണ്ട്. അപ്പൊ എന്താ പറയാറ്? അപ്പൊ ഞങ്ങൾ ചിഹ്നം നോക്കി ചെയ്യാനാ എല്ലാവർക്കും പറയാറുള്ളത്. ചിഹ്നം നോക്കി ചെയ്യാൻ പറയും. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന സ്മൃതി രാജേഷിന് വോട്ടർമാർ കൂടെയുണ്ടെന്ന ആത്മവിശ്വാസമേറെ. ജയം ഉറപ്പാണ് അവർ പറയുന്നു. നമ്മളെ മുൻ കൗൺസിലർ ഒരുപാട് വികസനങ്ങളൊക്കെ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമുക്കും അതിന് കഴിയുന്നുള്ള വിശ്വാസം കൊണ്ട് നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഇവിടെ. എനിക്ക് ഈ പേരാണല്ലോ ഇവിടെ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത്. രണ്ട് പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെ പേരൊന്ന് സ്മൃതി എന്നുള്ളത്. എങ്ങനെയാണ് ഈ ഒരു സാമ്യത്തെ കാണുന്നത്? സാമ്യത്തെ കാണുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊരു ഇത് ഉണ്ടാവും എന്നുള്ളത്. പിന്നെ നമ്മൾ ഓരോ വീട് കയറി ഇറങ്ങുമ്പോഴും നമുക്കിപ്പോൾ ബാലറ്റിലാണെങ്കിലും നമ്മൾ ഒന്നാമത്തെ ചിഹ്നമാണ് വരുന്നത്. അപ്പോൾ അത് നോക്കി വോട്ട് ചെയ്യാനാണ് നമ്മൾ എല്ലാവരോടും പറയാറുള്ളത്. പേര് നോക്കണ്ട, ചിഹ്നം നോക്കിയാൽ മതി. അതെ, അങ്ങനെ തന്നെ പറയാറുള്ളത്. പേര് നോക്കണ്ട, ചിഹ്നം നോക്കാനാണ് പറയാറുള്ളത്. ഒരു കാര്യം കൂടിയുണ്ട്. ഒരേ നാട്ടുകാരാണെങ്കിലും രണ്ട് സ്മൃതിമാരും പരിചയപ്പെടുന്നത് സ്ഥാനാർത്ഥികളായിട്ടാണ്. പേരിലെ സാമ്യം ഗുണമാകുമോ ദോഷമാകുമോ എന്നതെല്ലാം കാത്തിരുന്നു തന്നെ കാണണം. ന്യൂസ് 18 മലപ്പുറം. മോഹൻലാൽ അഭിനയിച്ച വരവേൽപ്പ് എന്ന സിനിമയെ ഓർമ്മിപ്പിക്കുകയാണ് പാലക്കാട് വണ്ടാഴിയിലെ 15-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി സന്ധ്യ ജിജു. 1.5 വർഷം മുൻപാണ് സന്ധ്യയും ഭർത്താവും ചേർന്ന് മംഗലം ഡാം കട്ടപ്പാറ തൃശൂർ റൂട്ടിൽ ബസ് ഇറക്കിയത്. സർവീസ് തുടരാൻ ഭർത്താവ് ജിജുമോൻ ഡ്രൈവറുടെയും സന്ധ്യ കണ്ടക്ടറുടെയും കുപ്പായം അണിഞ്ഞു. ഇപ്പോഴിതാ പഞ്ചായത്തിലേക്കുള്ള യാത്രയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് സന്ധ്യ ജിജു. പാലക്കാട് മംഗലം ഡാം പൊൻകണ്ടം 15-ാം വാർഡിൽ LDFന്റെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് സന്ധ്യ ജനവിധി തേടുന്നത്. പാലക്കാട് മംഗലം ഡാം കടപ്പാറ തൃശൂർ റോട്ടിലോടുന്ന കൊമ്പൻസ് ബസ്സിൽ ടിക്കറ്റ് ചോദിച്ചെത്തുന്ന സന്ധ്യ ജിജു നാട്ടുകാർക്ക് സുപരിചിതയാണ്. കണ്ടക്ടർ ജോലിയിൽ നിന്ന് തത്കാലം അവധിയെടുത്ത് പഞ്ചായത്തിലേക്കൊരു ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് സന്ധ്യ. സ്ഥാനാർത്ഥിയുടെ വേഷമണിഞ്ഞ് ഇനി വോട്ട് ചോദിച്ച് വീടുകളിലെത്തും. ബസ്സിൽ ജോലിക്കിടെ കാശ് വാങ്ങുമ്പോഴും സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ മറക്കുന്നില്ല. ഭർത്താവ് കടപ്പാറ കൊമ്പനാൽ വീട്ടിൽ KR ജിജുമോനാണ് ബസ് ഡ്രൈവർ. 1.5 വർഷം മുമ്പാണ് ഇവർ ബസ് വാങ്ങിയത്. സർവീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമല്ലാതായതോടെയാണ് ഇരുവരും തൊഴിലാളികൾ കൂടിയായത്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ പുറത്തുനിന്ന് തൊഴിലാളികളെ നിയോഗിക്കാറുള്ളൂ. രാഷ്ട്രീയത്തിൽ പ്രവർത്തന പരിചയമില്ലെങ്കിലും കണ്ടക്ടർ എന്ന നിലയിലും നാട്ടുകാരി എന്ന നിലയിലുമുള്ള പരിചയം വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സന്ധ്യ. ഭർത്താവ് ജിജുമോനും മക്കളായ നയനയും നിവേദും സന്ധ്യയ്ക്ക് പിന്തുണയായി ഒപ്പമുണ്ട്. നിലവിൽ UDFന്റെ സിറ്റിംഗ് വാർഡാണ് പൊൻകണ്ടം. വണ്ടാഴി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം അച്ചാമ്മയാണ് UDF സ്ഥാനാർത്ഥി. ഈ വാർഡിൽ BJPയും മത്സരരംഗത്തുണ്ട്. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണമാറ്റത്തിന് ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും നല്ല ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിലെത്തുമെന്നും VV രാജേഷ്. അധികാരത്തിലേറിയാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ തലസ്ഥാനത്തെത്തിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുമെന്നും രാജേഷ് പറഞ്ഞു. കൊടുങ്ങാനൂർ വാർഡിലാണ് BJP സംസ്ഥാന സെക്രട്ടറി രാജേഷ് മത്സരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. വലിയ പ്രതീക്ഷയോടുകൂടി BJP കാണുന്ന നഗരസഭയാണ് തിരുവനന്തപുരം. ഇത്തവണ തിരുവനന്തപുരം നഗരസഭ പിടിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് BJP നേതാക്കൾ. BJPയുടെ പ്രധാന നേതാവായ VV രാജേഷ് സംസ്ഥാന സെക്രട്ടറി മത്സരിക്കുന്നത് കൊടുങ്ങാനൂർ വാർഡിലാണ്. എങ്ങനെയുണ്ട്? ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് BJPക്ക്? എനിക്ക് തോന്നുന്നു ഞങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. 9-ാം തീയതി രാവിലെ 7 മണിയായി കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യാരാജ്യത്തിന്റെയും സംഘത്തെയും ഈ കോർപ്പറേഷനിൽ നിന്ന് പുറത്താക്കി ഈ കോർപ്പറേഷന് ഒരു നല്ല ഭരണം നടത്തുവാനുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഓരോ നിമിഷവും ആത്മവിശ്വാസം കൂടുതലാണ്. പ്രധാനമന്ത്രി 45 ദിവസത്തിന് തിരുവനന്തപുരത്ത് വരുമെന്ന് പറഞ്ഞതും ഒളിമ്പിക്സിന്റെ ഏതെങ്കിലും ഒരു ഇനം തിരുവനന്തപുരത്ത് ഞങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞു നോക്കെ തന്നെ CPMനെ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരെ വളരെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ചോദിച്ചത് പൂച്ചയ്ക്ക് എന്താ പുന്നൽ കൊടുത്തിടത്ത് കാര്യം? ഞങ്ങൾ BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്, BJPയുടെ നേതൃത്വം കൊടുക്കുന്ന കോർപ്പറേഷൻ ഭരണം, ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി ഇത് കൊണ്ടുവരും. അതിൽ ഇവർക്ക് എത്ര അങ്കലാപ്പ് എന്താ? അപ്പോൾ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. CPMന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. കൊടുങ്ങാനൂർ വാർഡിൽ BJPയുടെ മേയർ സ്ഥാനാർത്ഥി അടക്കം തോൽക്കാൻ പോവുകയെന്നാണ് പറയുന്നത്. അല്ല, ഞങ്ങളുടെ പാർട്ടിയിൽ മേയർ സ്ഥാനാർത്ഥിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഇവർക്ക് കൊടുങ്ങാനൂർ വാർഡിനെ കുറിച്ചും BJPയുടെ പ്രവർത്തനത്തെ കുറിച്ചുള്ള അങ്കലാപ്പ് എന്തിനാ? ഞങ്ങളുടെ വാർഡിൽ ഞങ്ങൾ നോക്കിക്കോളാം. ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ CPMന്റെ മേയർ സ്ഥാനാർത്ഥിമാർ തോറ്റ ചരിത്രമാണുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ജയൻ ബാബു
എന്ത് സംഭവിച്ചു? അതോടൊപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ സിറ്റിംഗ് മേയറായിരുന്ന ശ്രീകുമാർ, ഞാൻ അത് വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നില്ല, ഇവർ ഈ ഭാഷ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും കൊടുങ്ങാനൂർ ഉൾപ്പെടെ ഞങ്ങൾ മത്സരിക്കുന്ന വാർഡുകളിൽ ഉള്ള സ്ഥാനാർത്ഥികളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. ശിവൻകുട്ടി മുൻ മേയർ, ഇപ്പോഴത്തെ മന്ത്രി, ബഹുമാനപ്പെട്ട അദ്ദേഹം മറുപടി പറയേണ്ടത് വിളപ്പിൽശാല മുതൽ തകർന്ന് തരിപ്പണമാക്കിയ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് പറയണം. അദ്ദേഹത്തിന്റെ കാലത്ത് ആരംഭിച്ചതല്ലേ വിളപ്പിൽശാല മുതൽ ആര്യ രാജേന്ദ്രൻ വരെ നടപ്പിലാക്കിയ മാലിന്യ സംസ്കരണ പദ്ധതികൾ പരാജയപ്പെട്ടതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ CPM തയ്യാറുണ്ടോ? തെരുവു നായ്ക്കളെ വന്ധ്യകരിച്ചു എന്ന് പണം എഴുതിയെടുത്തിട്ടും വീണ്ടും തെരുവു നായ്ക്കൾ വർദ്ധിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ പണം തട്ടിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ മത്സരിക്കുന്ന വാർഡുകളെ കുറിച്ച് ഞങ്ങൾ നോക്കിക്കോളാം. ഈ കിച്ചൺ ബിൻ അഴിമതി BJP ആരോപണം ഉന്നയിച്ചത്, അതിന് മറുപടി പറയുന്നത് ഏറ്റവും മികച്ച വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ മാതൃകയാണ് കിച്ചൺ ബിൻ. ആ പദ്ധതി പലപ്പോഴും പരാജയപ്പെടുത്താൻ BJP വലിയ ശ്രമം നടത്തി, എന്നിട്ടും വിജയിച്ച പദ്ധതി എന്നാണ് VK പ്രശാന്ത്, മുൻ മേയർ കൂടിയായ ഇവിടുത്തെ MLA പറയുന്നത്. അതെങ്ങനെയാണ് അവർക്ക് ഭൂരിപക്ഷമുള്ള ഒരു കോർപ്പറേഷനിൽ ഒരു പദ്ധതി ഞങ്ങൾ വിചാരിച്ചാൽ പരാജയപ്പെടുത്താൻ പറ്റുന്നത്? പല വീടുകളിലും പോയി ഇത് വലിയ കുഴപ്പമുണ്ടാക്കാൻ പോകുന്ന പദ്ധതിയാണ്, നിങ്ങൾക്ക് വീടുകളിൽ പ്രശ്നമുണ്ടാകുമെന്ന ക്യാമ്പയിൻ BJP നടത്തിയെന്നാണ് ആരോപിക്കുന്നത്. അല്ല, അത് വിജയിക്കുന്ന പദ്ധതിയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളെ ഞങ്ങളുടെ ക്യാമ്പയിൻ തള്ളിക്കളയൂലേ? ഞങ്ങളങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തില്ല. ഇവർക്ക് ഭൂരിപക്ഷം കൊടുത്തിട്ട് അവർക്ക് ഭരിക്കാൻ സാധിക്കാത്തതിന് പ്രശാന്ത് മേയറായിരുന്നപ്പോൾ ഉൾപ്പെടെ വൻ അഴിമതികൾ നടന്നിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്. ഒരു കിച്ചൺ ബിന്നിന് ഒരു മാസം 1.5 കിലോ ഇനോക്കുലമാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷൻ വിതരണം ചെയ്തിട്ടുള്ള 60,000 കിച്ചൺ ബിന്നിന് 90,000 ഇനോക്കുലം വേണം. പക്ഷേ കോർപ്പറേഷൻ ഇപ്പോൾ വാങ്ങുന്ന 3,000 കിലോയാണ്. അതായത് 2,000 കിച്ചൺ ബിൻ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളത് കോർപ്പറേഷൻ സമ്മതിക്കുകയാണ്. അപ്പോൾ 58,000 കിച്ചൺ ബിൻ എന്ത് ചെയ്യുന്നു? ഒന്നിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ വിതരണം ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ പദ്ധതിയും ഞങ്ങൾ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇന്നുവരെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിട്ടുള്ള CPM മേയർമാരിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ മേയർമാരുമായിട്ട് ഞങ്ങൾ ആരോഗ്യകരമായ സംവാദത്തിന് തയ്യാറാണ്. 45 വർഷത്തെ നിങ്ങളുടെ ഭരണ പരാജയത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ ആരോഗ്യകരമായ സംവാദത്തിന് തയ്യാറുണ്ടോ? നിങ്ങൾ സമയം നിശ്ചയിച്ചോ? അവർ അതിന് തയ്യാറാകാത്തതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഒളിമ്പിക്സ് നടത്താൻ സാധ്യതയില്ല, നരേന്ദ്രമോദി വരെ, ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇവർക്കത്ര അങ്കലാപ്പ് എന്തിനാ? ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ വരും, ഞങ്ങളുടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ വികസനത്തിനുള്ള ഡയറക്ഷൻ തരും, കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് തരും, ഒരു അഴിമതിയും നടത്താതെ സുതാര്യമായിട്ട് ഞങ്ങളത് വിനിയോഗിക്കും. 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരം മാറും. എത്ര സീറ്റ് കിട്ടും BJPക്കും BJP മുന്നണിക്കും? നഗരഭരണത്തിന് 101 സീറ്റാണ് ആകെ ഉള്ളത്. 51 കിട്ടിയാൽ ഭരിക്കാം. എത്ര സീറ്റ് കിട്ടും? സീറ്റിന്റെ എണ്ണമൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. കാരണം ഓരോ ദിവസം കഴിയുന്തോറും സീറ്റുകളിലൊക്കെ തന്നെ വലിയ മുന്നേറ്റമാണ്. ഇപ്പോൾ ഒരു എണ്ണം ഇപ്പോൾ നിങ്ങളുടെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. 2 ദിവസം കൂടെ കഴിഞ്ഞ് പറയാം. എന്തായാലും ഭരണം BJP നല്ല ഭൂരിപക്ഷത്തിൽ ഭരിക്കും. 50 അടിക്കും. എന്തായാലും 50ക്ക് മുകളിൽ പോകും എങ്കിലേ ഭരിക്കാൻ സാധിക്കുള്ളൂ. NDA ദേശീയ ജനാധിപത്യ BJPക്കും ഘടകകക്ഷികൾക്കും സീറ്റുണ്ടാവും. ഞങ്ങൾ നല്ല മാർജിനിൽ ഞങ്ങൾ ഭരിക്കും. ഇതാണ് BJPയുടെ ആത്മവിശ്വാസം. ഈ അവസാന മണിക്കൂറുകളിലും BJP ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ തിരുവനന്തപുരം നഗരഭരണത്തിന് മാറ്റമുണ്ടാകും, BJPയുടെ മേയർ തിരുവനന്തപുരം നഗരസഭ ഉണ്ടാവുന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് VV രാജേഷ് അടക്കമുള്ള BJP NDA സ്ഥാനാർത്ഥികളുടെ പ്രചരണം ഈ അവസാന മണിക്കൂറിൽ പുരോഗമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കേരളത്തിലാണെങ്കിലും വോട്ട് ചെയ്യാൻ തമിഴ്നാട്ടിൽ നിന്ന് ആളെത്തുന്ന ഒരു വാർഡുണ്ട് തിരുവനന്തപുരത്ത്. വിതുര പഞ്ചായത്തിലെ ബോണക്കാട് വാർഡിലാണ് വോട്ട് ചെയ്യാൻ തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ എത്തുന്നത്. തമിഴ്നാട്ടിൽ വോട്ടർമാരുള്ള കേരളത്തിലെ അത്യപൂർവ വാർഡുകളിലൊന്നാണ് തിരുവനന്തപുരത്തെ വിതുര ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡായ ബോണക്കാട്. തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചാൽ അതിർത്തിക്കപ്പുറത്തും ഇപ്പുറത്തും സ്ഥാനാർത്ഥികൾ വോട്ട് തേടി പായുന്നത് ബോണക്കാട് വാർഡിലെ കാഴ്ചയാണ്. 138ഓളം കുടുംബങ്ങളാണ് അതിർത്തി കടന്ന് തമിഴ്നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നത്. തെങ്കാശി, കടയം, നാഗർകോവിൽ, അംബാസമുദ്രം തുടങ്ങിയ ഭാഗങ്ങളിൽ താമസക്കാരായവരെ തിരഞ്ഞെടുപ്പ് കാലമായാൽ സ്ഥാനാർത്ഥികളും പാർട്ടികളും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. നിലവിൽ 799 വോട്ടർമാരുള്ള ബോണക്കാട് വാർഡിൽ ഇപ്പോൾ ലയത്തിൽ താമസിക്കുന്നത് 200-നുള്ളിൽ കുടുംബങ്ങൾ മാത്രം. പിന്നെയുള്ള കുറച്ചു കുടുംബങ്ങൾ വിതുരയിലും താമസമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷക്കാലമായി ഈ വാർഡിൽ CPM സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു വന്നിരുന്നത്. ഇത്തവണ വനിതാ SC സംവരണ വാർഡാണിത്. ഇവിടുത്തെ തൊഴിലാളിയായ CPMലെ ഐസുതയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ആര്യചന്ദ്രനാണ് UDF സ്ഥാനാർത്ഥി. NDA BJP സ്ഥാനാർത്ഥിയായി ശൈലജ മത്സരിക്കുന്നുണ്ടെങ്കിലും മത്സരരംഗത്ത് സജീവമല്ല. കാലങ്ങൾക്ക് മുമ്പ് തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട തേയില ഫാക്ടറിയും എസ്റ്റേറ്റും പ്രവർത്തിച്ചിരുന്ന ഉൾവന പ്രദേശമാണ് ബോണക്കാട്. പ്രതാപകാലത്ത് എസ്റ്റേറ്റിൽ തമിഴ്നാട്ടിൽ നിന്നുമാണ് ഭൂരിഭാഗം തൊഴിലാളികളും കുടിയേറിയത്. പിൽക്കാലത്ത് ഇവർക്ക് റേഷൻ കാർഡും മറ്റു രേഖകളും ലഭിച്ച് ഇവിടുത്തെ ആൾക്കാരായി മാറുകയായിരുന്നു. കാലം പോയപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെത്തി
യൂണിയനുകൾ സംഘടിപ്പിച്ച് തൊഴിലാളികളെ കൂടെ നിർത്തി. എസ്റ്റേറ്റ് അടച്ചുപൂട്ടിയതോടെ ജോലിയില്ലാതെ ഭൂരിഭാഗം തൊഴിലാളികളും അതിർത്തി കടന്നു മടങ്ങി. തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴാണ് ഇവരൊക്കെ വീണ്ടും ഇവിടേക്ക് മടങ്ങി വരുന്നത്. ഇപ്പോൾ ലയത്തിലുള്ളവർ തൊഴിലുറപ്പ് തൊഴിൽ ചെയ്താണ് കഴിഞ്ഞു പോകുന്നത്. അരുൺ മോഹൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇടുക്കി നെടുങ്കണ്ടത്തെ ഇടത് കോട്ട ഇളക്കാൻ ഇത്തവണ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത് KSU പ്രവർത്തകനെയാണ്. കോട്ടയം CMS കോളേജിലെ 2ാം വർഷ MCOM വിദ്യാർത്ഥിയായ അലൻ ഇടുക്കാർ. കലാലയ രാഷ്ട്രീയമേകിയ കരുത്തുമായാണ് അലൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിലെ പാറത്തോട് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയാണ് 23-കാരനായ അലൻ. ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാറുള്ള തോട്ടം മേഖല യുവരക്തത്തിന്റെ കരുത്തിൽ വലതുചേരിയിൽ എത്തിക്കാനാവുമെന്നാണ് മുന്നണിയുടെ പ്രതീക്ഷ. CMSലെ കലാലയ രാഷ്ട്രീയത്തിൽ SFIയുടെ തേരോട്ടത്തിന് തടയിട്ട പോരാട്ട വീര്യമുണ്ട് അലനും കൂട്ടുകാർക്കും. SFIയുടെ അപ്രമാദിത്വത്തിന് തടയിട്ട് KSUവിന്റെ വെന്നിക്കൊടി പാറിച്ചത് അലനും കൂട്ടരും ചേർന്നായിരുന്നു. KSUവിലെ പ്രവർത്തനത്തിന്റെ അംഗീകാരം കൂടിയായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തെ അലൻ കാണുന്നത്. നിലവിലെ കോളേജ് യൂണിയൻ അംഗം കൂടിയാണ് അലൻ. CMSലെ ചെങ്കോട്ട പൊളിച്ച പ്രകടനം ഇടുക്കിയിലെ തോട്ടം മേഖലയിലും ആവർത്തിക്കാനാവുമോ എന്നാണ് പ്രവർത്തകർ ഉറ്റുനോക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര മാരായമുട്ടത്ത് LDF സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും വ്യാപകമായി നശിപ്പിച്ചതായി പരാതി. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അൺമുഖം വാർഡ് സ്ഥാനാർത്ഥി NT ഷീലാകുമാരിയുടെ പ്രചാരണ ബോർഡുകളാണ് നശിപ്പിച്ചത്. 8 ബോർഡുകളാണ് നശിപ്പിച്ചത്. കാസർഗോഡ് ഉപ്പളയിൽ വനിതാ BLOയെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി. SIR വിവരങ്ങൾ ഫോണിലേക്ക് പകർത്തിയതായും പരാതി. BJP പ്രവർത്തകനായ ഉപ്പള മണിമുണ്ട സ്വദേശി അമിതിനെ മഞ്ചേശ്വരം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. BLO ആയ കണ്ണാടിപ്പാറ സ്വദേശി A സുഭാഷിണി നൽകിയ പരാതിയിലാണ് ഈ നടപടി. സ്വർണ്ണപ്പാളി വിവാദത്തെ തുടർന്ന് ശബരിമലയിലെ സ്പോൺസർഷിപ്പിൽ വൻ ഇടിവ്. ഓരോ സീസണിലും വിവിധ ഇനങ്ങളിലായി കിട്ടിയിരുന്ന വരുമാനമാണ് പെട്ടെന്ന് നിലച്ചത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ശബരിമലയിലെ സ്പോൺസറായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നാണ് സ്വർണ്ണക്കൊള്ളക്കേസിന്റെ തുടക്കം. ശ്രീകോവിലിന്റെ വാതിൽപ്പാളികളിലും കട്ടിളയിലും സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം നൽകിയത് ബല്ലാരി റൊഡാം ജുവൽസ് ഉടമ ഗോവർദ്ധനാണെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സ്പോൺസർഷിപ്പുകൾ പലവിധ തട്ടിപ്പുകളിലേക്ക് നയിക്കുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി. അന്വേഷണം സ്പോൺസർമാരിലേക്ക് നീണ്ട സാഹചര്യത്തിലാണ് മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി ശബരിമല നട തുറന്നത്. പണം ചെലവഴിക്കുന്ന സ്പോൺസർമാർ അന്വേഷണ സംഘത്തിന്റെ ചോദ്യമുനയിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ പണം ചെലവാക്കാൻ മുന്നോട്ട് വരുന്നതിൽ നിന്ന് പുതിയ സ്പോൺസർമാരെ തടഞ്ഞു. അതാണ് ദേവസ്വം ബോർഡിനെ പ്രതിസന്ധിയിൽ ആക്കിയത്. ഓരോ വർഷവും അന്നദാനത്തിനും തീർത്ഥാടകർക്ക് ശരണവഴികളിൽ ലഘുഭക്ഷണം നൽകുന്നതിനും ശ്രീകോവിലിലെയും തിടപ്പള്ളിയിലെയും ആവശ്യങ്ങൾക്ക് പാത്രങ്ങൾ വാങ്ങുന്നതിനും ബെഡ്ഷീറ്റുകളും തലയിണ കവറുകളും വാങ്ങുന്നതിനും എല്ലാം സ്പോൺസർഷിപ്പിനെയാണ് ദേവസ്വം ബോർഡ് ആശ്രയിച്ചിരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ സ്പോൺസർഷിപ്പാണ് വർഷം തോറും ലഭിച്ചിരുന്നത്. ലഘുഭക്ഷണം നൽകുന്നതിന് വേണ്ടി മാത്രം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ചെലവഴിച്ചത് 1,80,00,000-ഓളം രൂപയാണ്. ഒരു സീസണിൽ 4 കോടി രൂപ ബിസ്ക്കറ്റ് വിതരണം ചെയ്യാൻ മാത്രം ചെലവാകും. സീസണിൽ 70 ദിവസം തുടർച്ചയായി ഉപയോഗിക്കുകയും പിന്നീട് ഒട്ടും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന പാത്രങ്ങൾ മിക്കതും അടുത്ത സീസണിലേക്ക് ഉപയോഗയോഗ്യമല്ലാതാകും. ഓരോ സീസണിലും അതിനാൽ പുതിയ സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങേണ്ടി വരും. 3 നേരം അന്നദാനം നൽകുന്നതിനും കോടികളുടെ ചെലവുണ്ട്. ഇതിനെല്ലാം സ്വന്തം നിലയിൽ പണം ചെലവഴിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ്. കാണിക്കയിലും അരവണ വിതരണത്തിനുമെല്ലാമുള്ള വരുമാനം ഇക്കുറി കൂടി എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. 34% വർധനവാണ് വിവിധ ഇനങ്ങളിലുള്ള വരുമാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ദിവസങ്ങളിൽ ഇതൊക്കെയാണെങ്കിൽ പോലും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള നഷ്ടം വരുന്നു എന്നാണ് കണക്കുകൾ ഇപ്പോൾ രേഖപ്പെടുന്നത്. കാരണം വിവിധ ഇനങ്ങളിലുള്ള സ്പോൺസർഷിപ്പുകൾ ദേവസ്വം ബോർഡിന് ഇതിനിടെ നഷ്ടമായി കഴിഞ്ഞു. സന്നിധാനത്ത് നിന്ന് ബിപിൻ മുരളിക്കൊപ്പം സജീവ് സി വാര്യർ, ന്യൂസ് 18. തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് വാഹനാപകടത്തിൽ ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെ 5 പേർ മരിച്ചു. പുലർച്ചെ 4 മണിയോടെ രാമനാഥപുരം കിഴക്കേരയിലാണ് അപകടമുണ്ടായത്. തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനത്തിൽ മറ്റൊരു കാർ കൂട്ടിയിടിക്കുകയായിരുന്നു. ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. 7 പേർക്ക് പരിക്കേറ്റു. ഇവരെ രാമനാഥപുരം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഫിഫ സമാധാന പുരസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്. വാഷിംഗ്ടണിൽ നടന്ന ചടങ്ങിൽ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റിനോയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. സ്വർണ്ണക്കപ്പും മെഡലും സർട്ടിഫിക്കറ്റും അടക്കം ഫിഫ പ്രസിഡന്റ് ട്രംപിന് സമ്മാനിച്ചു. അംഗീകാരം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നാണെന്ന് ട്രംപിന്റെ പ്രതികരണം. ദശലക്ഷങ്ങളുടെ ജീവൻ രക്ഷിക്കാനായ പ്രവർത്തനത്തിനാണ് അംഗീകാരം നൽകിയതെന്ന് ട്രംപ്. ഇതാദ്യമായാണ് ഫിഫ സമാധാന പുരസ്കാരം നൽകുന്നത്. വാഷിംഗ്ടണിൽ നടന്ന ഫിഫ ലോകകപ്പ് 2026 ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് വേദിയിലാണ് ട്രംപിന് പുരസ്കാരം നൽകിയത്. Your prize, this is your peace prize. There is also a beautiful medal for you that you can wear everywhere you want to go. Right now. Okay, let me hold. Fantastic. Excellent. This is truly one of the great honors of my life. And beyond awards, Johnny and I were discussing this. We saved millions and millions of lives. ലോകകപ്പ് ഫുട്ബോളിന്റെ മത്സരക്രമമായി ഗ്രൂപ്പ് ജെയിലാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന, അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ എന്നീ ടീമുകളാണ് ഗ്രൂപ്പിലെ മറ്റുള്ളവർ. നിലവിലെ റണ്ണേഴ്സപ്പായ ഫ്രാൻസ് ഗ്രൂപ്പ് ഐയിലാണ്. സെനഗലും നോർവേയുമാണ് ഗ്രൂപ്പിലെ എതിരാളികൾ. ബ്രസീൽ ഗ്രൂപ്പ് സിയിലാണ്. ജർമ്മനി ഗ്രൂപ്പ് ഇയിലും സ്പെയിൻ ഗ്രൂപ്പ് എച്ചിലും. പോർച്ചുഗൽ ഗ്രൂപ്പ് കെയിലും. ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും ഗ്രൂപ്പ് എല്ലിലുമാണ് ഏറ്റുമുട്ടുക. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം.